ഹായ് നിഷാമാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോൾഡൻ വിസയെ പറ്റിയാണ്. നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും, സിനിമ ആക്ടേഴ്സിന് ഗോൾഡൻ വിസ കിട്ടുന്നു, അതുപോലെ തന്നെ ഹൈലി പ്രൊഫഷണലായ വ്യക്തികൾക്ക് ഗോൾഡൻ വിസ കിട്ടുന്നു, അതുപോലെ സിംഗേഴ്സിന് ഗോൾഡൻ വിസ കിട്ടുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഗോൾഡൻ വിസ കണ്ടിട്ടുണ്ടാവും. എന്നാൽ അതുപോലെ ദുബായ് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും ഗോൾഡൻ വിസ കിട്ടുന്നതാണ്. അതിൻ്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയെന്ന് പലർക്കും അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ വീഡിയോ നമുക്ക് ഗോൾഡൻ വിസയെ പറ്റിയിട്ടാണ്. 5 മില്യൺ വർത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയിൽ ഫുൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താലായിരുന്നു ഗോൾഡൻ വിസ എലിജിബിലിറ്റി ഉണ്ടായിരുന്നത്. അതായത് നാട്ടിലെ കണക്കൊക്കെ ആണെങ്കിൽ ഏകദേശം 10 to 12 കോടി രൂപയാണ് ഗോൾഡൻ വിസ കിട്ടാനുണ്ടായിരുന്നത്. എന്നാൽ കാലക്രമേണ അത് മാറി, അതിൽ നിന്നും ദുബായ് ഗവൺമെൻറ് മാറ്റി 2 മില്യൺ, അതായത് 2 മില്യൻ്റെ പ്രോപ്പർട്ടിയിൽ ഫുൾ എമൗണ്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഗോൾഡൻ വിസ കിട്ടുമായിരുന്നു. അതായത് 4.5 കോടി രൂപ. അതിൽ നിന്നും ഇപ്പോൾ ദുബായ് ഗവൺമെൻറ് ചേഞ്ചസ് വരുത്തിയിരിക്കുകയാണ്. 2 മില്യൻ്റെ പ്രോപ്പർട്ടി, അതായത് ഓഫ് പ്ലാൻ വില്ല ടൗൺ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഡൗൺ പേയ്മെൻറ്റ് 20% അടച്ചാൽ, ഡൗൺ പേയ്മെൻറ്റ് 20% എന്ന് പറഞ്ഞാൽ 2 മില്യൻ്റെ 4 ലക്ഷം ദിർഹംസ് ദുബായിലെ കണക്ക് പ്രകാരമാണെങ്കിൽ. ഇന്ത്യയിലെ കണക്ക് പ്രകാരമാണെങ്കിൽ 90 lakhs, അതും പ്ലസ് DLD പ്ലസ് ഒക്കൂദ്, അതായത് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കേണ്ട 4% എമൗണ്ടും, അതുപോലെ തന്നെ ഒക്കൂദ് എന്ന് പറഞ്ഞാൽ നമ്മളെ ടൈറ്റിൽ ഡീഡിൻ്റെ പേപ്പേഴ്സ് ഉണ്ടായാൽ തന്നെ നമ്മൾ ഗോൾഡൻ വിസക്ക് എലിജിബിളായി. നമ്മളിപ്പോൾ 2 മില്യൻ്റെ പ്രോപ്പർട്ടിയിൽ ഡൗൺ പേയ്മെൻ്റ് ആയ 20% അടിച്ച്, അതുപോലെ തന്നെ 4% DLDയും, അതുപോലെ തന്നെ ഒക്കോദ് ഫീ ഒരു 3000 തൊട്ട് 5000 വരെയാണ്. അത് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ എമൗണ്ട് മൊത്തം അടക്കുന്നത് ഈ ഡൗൺ പേയ്മെൻറ്റ് എസ്ക്രോ അക്കൗണ്ടിലാണ്, ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലുള്ള എസ്ക്രോ അക്കൗണ്ടിലാണ്. അപ്പോൾ എസ്ക്രോ അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ രജിസ്ട്രേഷൻ ഫോമും വെച്ച് നമുക്ക് നിങ്ങളുടെ ഗോൾഡൻ വിസക്ക് അപ്ലൈ ആവുന്നതാണ്. അപ്പം നിങ്ങൾ ദുബായിൻ്റെ അല്ല വേൾഡിൻ്റെ ഏത് കോണിലുണ്ടായാലും, അതായത് UK ആയിക്കോട്ടെ, കാനഡ ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, എവിടെ ആയാലും നിങ്ങൾ ജസ്റ്റ് വിസിറ്റിംഗ് വിസ, ദുബായിൽ വിസിറ്റിംഗ് വിസ എടുത്ത് സ്റ്റാമ്പ് ചെയ്ത് ഉള്ളിൽ കയറിയ പാട് നിങ്ങൾക്ക് വിത്തിൻ 7 വീക്സ് കൊണ്ട് നമ്മൾ ഗോൾഡൻ വിസ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഗോൾഡൻ വിസ നേടിത്തരുന്നതായിരിക്കും. ഈ ഗോൾഡൻ വിസൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നോർമലി ഒരു 2 ഇയർ വിസയാണ് എടുക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ 6 മാസത്തിനുള്ളിൽ നമുക്ക് പുറത്ത് പോയി നിൽക്കാൻ പറ്റില്ല. അതായത് 6 മാസം നമ്മൾ ഇന്ത്യയിൽ താമസിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് അത് ബാനും വരും, അതുപോലെ തന്നെ എന്തെങ്കിലും ഫൈനും കാര്യങ്ങളൊക്കെ വരും. എന്നാൽ ഗോൾഡൻ വിസയാണ് നമുക്കുള്ളത്. 10 വർഷത്തിൽ ഒരിക്കൽ ഇങ്ങനെ ഈ 2 വർഷത്തിനുള്ളിൽ വരണം, അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഇല്ല. അതുപോലെ ഗോൾഡൻ വിസൻ്റെ മറ്റൊരു ഉപകാരം എന്ന് പറയുന്നത്, നമുക്ക് ഒരു സ്പോൺസറോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുപോലെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഭാര്യ, മക്കൾ, അതുപോലെ തന്നെ നമുക്ക് വീട്ടിലെ സഹായി, അവർക്കെല്ലാം നമുക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബാങ്കും അതുപോലെ തന്നെ ലോണും കാര്യങ്ങൾക്കായിട്ട് ഗവൺമെൻറ് പിന്തുണ ലഭിക്കും. ഇനി നിങ്ങൾ ദുബായിൽ 2 മില്യൺ അബോവ് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഗോൾഡൻ വിസ കിട്ടിയില്ല, ഗോൾഡൻ വിസ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഞാനും എൻ്റെ ടീമും നിങ്ങൾക്ക് ഗോൾഡൻ വിസ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ദുബായ് റിയൽ എസ്റ്റേറ്റിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ എൻക്വയറീസോ അല്ലെങ്കിൽ മോർ അപ്ഡേറ്റ്സിനോ വേണ്ടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്.